പദ്യത്തിൽ നിന്ന് തുടങ്ങാം. അവിടെയാണ് നമ്മൾ നിർത്തിയത്. രാഗിതൈഷാസ്തു മാവാസ്യ കിമരാഗിതയാന്യയാ യദ്യഥാനാമ സമ്പന്നം തത്തഥാസ്ത്വിതരേണ കിം. മനസ്സ് ചിലപ്പോൾ രാഗബദ്ധമായി തീർന്നോട്ടെ, അല്ലെങ്കിൽ വിരാഗത്തെ പ്രാപിച്ചോട്ടെ. മനസ്സ് എങ്ങനെ ഇരുന്നാൽ എനിക്കെന്താ? മനസ്സ് എൻ്റേതല്ല, എനിക്കും മനസ്സിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ മനസ്സിൽ നിന്നൊരു സാമൂഹ്യ അകലം പാലിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. വി ഓൾവേസ് unnecessarily identify ourselves with our mind, intellect, sense organs, body, etc. etc. അനാവശ്യമായിട്ട് ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം, ഇവ ഓരോന്നുമായിട്ടും നമ്മൾ താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഈ താതാത്മ്യഭാവത്തെയാണ് വിച്ഛേദിക്കേണ്ടത്. ആരാണ് താതാത്മ്യപ്പെടുന്നത്? ഞാനെന്ന ജീവഭാവം. ആ ഞാൻ ഭാവത്തെ മായാകാര്യങ്ങൾ അല്ലെങ്കിൽ ഉപാധികളിൽ നിന്ന് വിടുവിച്ച് അതിനെ താൻ ഭാവത്തിൽ നിർത്താനല്ലേ സ്വാമിജി പറഞ്ഞത്? അല്ലേ? ഈ ഞാൻ ഭാവത്തിൽ നിന്ന് താൻ ഭാവത്തിലേക്ക് ഉയരണമെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? താൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. ആത്മാവുമായി ചേർന്ന് നിൽക്കുക, അഹങ്കാരവുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുക. എങ്ങനെയാ ബന്ധം കട്ട് ചെയ്യുക? ഞാൻ അതാണ് അല്ലെങ്കിൽ അത് എൻ്റേതാണ് ഈ വിചാരത്തെ ഉപേക്ഷിക്കുക. ഞാൻ ആത്മാവാണ് എന്ന ചിന്തയിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുക. അങ്ങനെയാണ് ഞാൻ ഭാവത്തെ കട്ട് ചെയ്തിട്ട് താൻ ഭാവത്തിൽ നിൽക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനസ്സ് രാഗദ്വേഷ സങ്കുലമായിക്കോട്ടെ, അല്ലെങ്കിൽ വിരക്തിയെ പ്രാപിച്ചോട്ടെ, മനസ്സ് സംഘബദ്ധമായാലും വിരക്തമായാലും അതുകൊണ്ട് എനിക്കെന്ത്? ഈ മനസ്സ് വാസ്തവമാണെന്ന്, അത് എൻ്റെ മനസ്സാണെന്നുള്ളൊരു വിചാരമുണ്ട്. അവിടെയാണ് നമ്മൾ കാലിടറി വീഴുന്നത്. എൻ്റെ മനസ്സ് എന്നൊന്നില്ല. എൻ്റെ മനസ്സ് അശുദ്ധമാണ്, എൻ്റെ മനസ്സ് വിവേകസമ്പുഷ്ടമാണ്. ഈ ചിന്തകളിലും ഈ വിചാരങ്ങളിലും ഇങ്ങനെയുള്ള പറച്ചിലുകളിലും ഒരു കാര്യവുമില്ല. ആത്മാവ് എന്നും മനസ്സിനപ്പുറത്താണ്, മനസ്സിൻ്റെ അക്കരെയാണ് ആത്മാവ്. ആ ആത്മാവ് ആണ് താൻ എന്ന് അതുമായി ചേർന്ന് കഴിയണം. അങ്ങനെയാണെങ്കിൽ അഹങ്കാരവുമായിട്ടുള്ള ചേർച്ചയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അഹങ്കാരവുമായിട്ടുള്ള ബന്ധം ഛേദിക്കപ്പെടുമ്പോൾ ദുഃഖങ്ങളിൽ നിന്നും നാം മുക്തരാവുകയാണ് ചെയ്യുന്നത്. ബന്ധം പുലർത്തുന്നതും ബന്ധം വിച്ഛേദിക്കുന്നതും മനസ്സാണ്. ആ മനസ്സുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ നമ്മെ ആത്മജ്ഞാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് എങ്ങനെ ഇരുന്നാൽ എന്താ? അതിൽ ചില സമയത്ത് രാഗമായിരിക്കും, മറ്റ് ചില സമയത്തിൽ വിരാഗം അല്ലെങ്കിൽ വൈരാഗ്യമായിരിക്കും. അതുകൊണ്ട് എനിക്കെന്താ? യദ്യഥാനാമ സമ്പന്നം തത്തഥാസ്ത്വിതരേണ കിം. മനസ്സ് എങ്ങനെ വേണമെങ്കിലും വിഷയങ്ങളിൽ സംബന്ധപ്പെടുന്നതാകട്ടെ, അല്ലെങ്കിൽ വിഷയചിന്തകളിൽ അഭിനിവേശമുള്ളതായിരിക്കട്ടെ, അല്ലെങ്കിൽ വിഷയങ്ങളിൽ അഭിനിവേശമുള്ളതായിരിക്കട്ടെ, വിഷയങ്ങളെ വിട്ടിട്ട് അത് ആത്മാവുമായി ചേർന്ന് നിൽക്കട്ടെ. പക്ഷേ ഞാനെന്ന് പറയുന്നത് ആത്മാവാണ്. എനിക്കും ഈ മനസ്സിനും യാതൊരു ബന്ധവും ഇല്ല. ഒരു ഭാവത്തെ മനസ്സ് പ്രാപിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വൈശിഷ്ട്യമൊന്നും സംഭവിക്കുന്നില്ല. വേറൊന്നുമായി ബന്ധം പുലർത്തിയത് കൊണ്ട് എൻ്റെ മനസ്സ് അശുദ്ധമാകുന്നുമില്ല. കാരണം ഞാൻ മനസ്സുമായി ബന്ധമില്ലാത്തവനാണ്. ഞാൻ ശുദ്ധമായ ആത്മതത്വമാണ്. ഒന്നിനെ വിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നിനെ ആശ്രയിച്ചതുകൊണ്ടോ എനിക്ക് വിശേഷിച്ച് ഒരു പ്രയോജനവുമില്ല. ചില സമയത്ത് മനസ്സ് വിചാരം എന്ന് പറഞ്ഞാൽ ആത്മവിചാരത്തിൽ ശ്രദ്ധയുള്ളതായിരിക്കും. ഉദാത്തമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉയരും. മനസ്സ് വളരെ ശാന്തമായി തരും. അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. ചില സമയത്ത് അത് വല്ലാണ്ട് ഇളകി മറിയും.
അപ്പോഴും നമ്മൾ ഞാൻ ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടൊന്നുമില്ല, ഒരു പ്രയോജനവുമില്ല, ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാണ് എൻ്റെ മനസ്സ്. അത് സാരമില്ല സുഹൃത്തെ, നിങ്ങൾ ആത്മാവാണെന്നുള്ള ഉറപ്പ് നേടുന്നുണ്ടോ? അതാണ് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ വഴി എന്ന് പറയുന്നത്. ഞാൻ ബ്രഹ്മമാണ്, സർവം ബ്രഹ്മമയം എന്ന ഭാവത്തെ ഉറപ്പിക്കുക, അത് തന്നെയാണ് താൻ ഭാവത്തിൽ നിൽക്കുക എന്ന് സ്വാമിജി പറയുന്നതും. ഇത് രണ്ടും രണ്ടല്ല, ഒരേ കാര്യത്തെ രണ്ട് വീക്ഷണകോണുകളിലൂടെ ഈ രണ്ട് മഹാത്മാക്കളും പറയുന്നു, അത്രയേ ഉള്ളൂ. കരോതി കാരയത്യുച്ചൈർമ്രിയതേ മാര്യതേ വിച ജായതേ വർദ്ധതേ ജസ്രം ജീവൻ മുക്തോ ജനാർദ്ദനഃ. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു, അങ്ങനെയാണ് സാധാരണ നാം അർത്ഥം പറയാറുള്ളത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായ തത്വം എന്നർത്ഥം. അപ്പോൾ ജനാർദ്ദനൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ പരബ്രഹ്മത്തിൻ്റെ പര്യായ ശബ്ദമാണ്. ജനാർദ്ദനൻ എന്ത് ചെയ്യുന്നു എന്നറിയാമോ? കരോതി കാരയതി. ഇവിടെ ഓരോ കാര്യം ചെയ്യുന്നതും ജനാർദ്ദനനാണ്, ചെയ്യിക്കുന്നതും ജനാർദ്ദനനാണ്. ഗംഭീരമായ കാര്യങ്ങൾ, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ മനുഷ്യരിൽ തന്നെ അപൂർവം ചിലർ ചെയ്യുന്നു. ആ ചെയ്യുന്നതും പരബ്രഹ്മമാണ്, ചെയ്യിക്കുന്നതും പരബ്രഹ്മമാണ്. മ്രിയതേ മാര്യതേ പിച, മരിക്കുന്നതും ബ്രഹ്മമാണ്, കൊല്ലുന്നതും ബ്രഹ്മമാണ്. ബ്രഹ്മം മരിക്കില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇപ്പം മരിക്കുന്നതും ബ്രഹ്മമാണ്, കൊല്ലുന്നതും ബ്രഹ്മമാണ്. ഇതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്. നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. വേറൊരു സ്ഥലത്ത് പറയുന്നു, കം ഘാതയതി ഹന്തികം യയേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ആരാണോ ഈ ആത്മാവിനെ മരിക്കുന്നവനായിട്ടും അല്ലെങ്കിൽ കൊല്ലുന്നവനായിട്ടും അതുപോലെ കൊല്ലപ്പെടുന്നവനായിട്ടും ഒക്കെ കരുതുന്നത് അവർക്ക് കാര്യം അറിയില്ല എന്നാണ്. ഈ ആത്മാവ് മരിക്കുന്ന ഒന്നല്ല, ഇത് ആരാലും കൊല്ലപ്പെടുന്നതും അല്ല, കൊല്ലിക്കുന്നവനുമല്ല. ഈ ആത്മാവ് മരിക്കുന്നവനുണ്ട്, കൊല്ലുന്നവനുണ്ട്, കൊല്ലിക്കുന്നവനുണ്ട്. ഇങ്ങനെ 3 പേരുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറേ പൈസ തന്നിട്ട് വേറൊരാളെ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലിക്കുന്നവൻ ഞാനാണ്. എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ആ കൃത്യം ചെയ്യുന്ന നിങ്ങൾ കൊല്ലുന്നവനാണ്. മരിക്കുന്നവൻ മറ്റൊരാളും. മരിക്കുന്നവനും കൊല്ലുന്നവനും കൊല്ലിക്കുന്നവനും ഈ ആത്മാവല്ല. അതൊക്കെ ജഡങ്ങളാണ്, ജഡത്തിൻ്റെ തലമാണ്. ഈ മരണം എന്നുള്ള വാക്ക് ജഡവുമായി ബന്ധപ്പെട്ടതാണ്. ആത്മതത്വത്തിൽ ഈ വക വാക്കുകളൊന്നും യോജിക്കുകയില്ല, ഒന്നുമായിട്ടും ബന്ധപ്പെടാത്തതാണ്. ഈ വാക്കുകളുടെയൊക്കെ തലത്തെ അതിക്രമിച്ച് നിൽക്കുന്നതാണ് ഈ ആത്മാവ്. ഇപ്പം അവിടെ ഗീതയിൽ അങ്ങനെ പറയുമ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ, കരോതി കാരയത്യുച്ചൈഹി മ്രിയതേ മാര്യതേ പിച. ഇവിടെ ചെയ്യുന്നവനും ജനാർദ്ദനനാണ്, ചെയ്യിക്കുന്നവനും ജനാർദ്ദനനാണ്, മരിക്കുന്നതും കൊല ചെയ്യപ്പെടുന്നതും. മ്രിയതേ എന്ന് പറഞ്ഞാൽ മരിക്കുക, മാര്യതേ കൊല്ലപ്പെടുക, ഏതാണ്ട് ഒരേ അർത്ഥം തന്നെയാണ്. അതെല്ലാം ജനാർദ്ദനനാണ്. ജായതേ വർദ്ധതേ അജസ്രം, ജനിക്കുന്നതും ആത്മാവാണ്, വളരുന്നതും ആത്മാവാണ്. ഇങ്ങനെ അല്ലല്ലോ ഇതിനു മുമ്പ് പറഞ്ഞത്. ഗീതയിൽ ഈ ഓരോ വാക്കിനും നേരെ വിപരീത പദങ്ങളാണ് ഗീതയിൽ പ്രയോഗിക്കുന്നത്. ന ജായതേ ന മ്രിയതേ അങ്ങനെയൊക്കെയാണ്. ഇവിടെയാണെങ്കിൽ ജനിക്കുന്നതും വർദ്ധിക്കുന്നതും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും മരിക്കുന്നതും എല്ലാം ജീവൻ മുക്തനായ പരമാത്മാവാണ്. പരമാത്മാവിനെ ആരും ഇതുവരെ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. മനുഷ്യരെയാണ് ജീവൻ മുക്തൻ. രമണ മഹർഷി ജീവൻ മുക്തനായിരുന്നു, ശ്രീരാമകൃഷ്ണ പരമഹംസർ ജീവൻ മുക്തനായിരുന്നു, ബാലകൃഷ്ണൻ നായർ സാർ ജീവൻ മുക്തനായിരുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യരെക്കുറിച്ചാണ് ജീവൻ മുക്തൻ എന്ന വാക്ക് കൂടുതലും പ്രയോഗിക്കപ്പെടുന്നത്.
ഇവിടെ ജീവൻ മുക്തനായ ജനാർദ്ദനൻ ആണ് ഈ ലോകത്ത് ജനിക്കുന്നതും വളരുന്നതും മരിക്കുന്നതും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും കൊല്ലിക്കുന്നതും എല്ലാം. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആത്മാവല്ലാതെ മറ്റൊന്നുമില്ല. ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ജനിക്കുന്നതായിട്ടും നിലനിൽക്കുന്നതായിട്ടും വളരുന്നതായിട്ടും മരിക്കുന്നതായിട്ടും കൊല്ലപ്പെടുന്നതായിട്ടും കൊല്ലുന്നവനായിട്ടും എല്ലാം കാണപ്പെടുന്നത് ഒരേ ആത്മാവാണ്. പക്ഷേ അത് ഈ കർമ്മങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അതിൽ ഈ വാക്കുകൾക്ക് അർത്ഥമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ പൊരുത്തപ്പെടുത്തി മനസ്സിലാക്കണം. മാര്യതേ ബിജ ജായതേ വർദ്ധതേജസ്രം ജീവൻ മുക്തോ ജനാർദ്ദനഃ. ഇനി അതിൻ്റെ വ്യാഖ്യാനം വായിക്കാം. സ്വയം അസുരനിഗ്രഹാദി കരോതി. ചെയ്യുന്നവൻ എന്ന് പറഞ്ഞല്ലോ. അസുരന്മാരെ നിഗ്രഹിക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രധാന ജോലി. രക്ഷകനാണ് മഹാവിഷ്ണു. അസുരന്മാരെ നിഗ്രഹിക്കുക തുടങ്ങിയവ ചെയ്യുന്നു ആര്? ജനാർദ്ദനൻ അഥവാ മഹാവിഷ്ണു. ഇന്ദ്രാദിദ്വാര കാരേതി. ഇന്ദ്രനെ കൊണ്ട് അസുരന്മാരെ കൊല്ലിക്കുന്നതും ഇതേ മഹാവിഷ്ണുവാണ്. ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ഈ ജനാർദ്ദനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാതാവ് വ്യക്തമാക്കുകയാണ്. മ്രിയതേ അവതാര സമാപ്തിഷു മരണമംഗീകരോതി. ദശാവതാരങ്ങൾ മഹാവിഷ്ണു എടുക്കുന്നു എന്നാണ് പുരാണങ്ങളിലും മറ്റുമൊക്കെ പറയപ്പെട്ടിട്ടുള്ളത്. ഈ ദശാവതാരങ്ങൾ ഓരോന്നും ജനിച്ച് മരിക്കുന്നവയാണ് അവതാരങ്ങൾ. അപ്പോൾ അവതാരങ്ങളായി ജനിക്കുകയും അവതാരങ്ങളുടെ ഒടുവിൽ മരണത്തെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ മരിക്കുകയും ചെയ്യുന്നത് ഈ മഹാവിഷ്ണുവാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മഹാവിഷ്ണു ജനിക്കുകയോ മരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം വൈകുണ്ഠലോകത്ത് അനന്തൻ്റെ പുറത്ത് അങ്ങനെ ശയിക്കുകയാണ്. യാതൊരു കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് ഭൂമിയിൽ അവതരിക്കുന്നത്. അപ്പോൾ ആ സർവേശ്വരൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ. ഗീതയിലും കൃഷ്ണൻ പറയുന്നത് ഇതേ കാര്യമാണ്. അർജുന, എൻ്റെ മഹത്വത്തിൻ്റെ ഒരംശം ഭൂമിയിൽ കോടിക്കണക്കിന് ജീവന്മാരായി പ്രകടമാകുന്നു. അവരാണ് ഈ ലോകത്ത് പല കർമ്മങ്ങളും ചെയ്യുന്നത്. ലോകത്തെ നന്നാക്കുന്നതും നശിപ്പിക്കുന്നതും എൻ്റെ അംശമാണെന്നാണ്. അപ്പോൾ എന്നിട്ട് വേറൊരു സ്ഥലത്ത് പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ അധർമ്മത്തിന് ഉയർച്ച സംഭവിക്കുന്നോ ധർമ്മത്തിന് ഗ്ലാനി അല്ലെങ്കിൽ ക്ഷീണം സംഭവിക്കുന്നുവോ അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ അവതരിപ്പിക്കും. ഞാൻ അവതരിക്കും എന്നല്ല, മഹാവിഷ്ണു അവതരിക്കുന്നില്ല. അദ്ദേഹത്തെ ഒരു രൂപമായിട്ട് രൂപത്തോടു കൂടി മായയെ അംഗീകരിച്ച് ഭൂമിയിൽ പ്രകടമാകും. എന്നിട്ട് അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കും. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ഏർപ്പാട്. മ്രിയതേ അവതാര സമാപ്തിഷു മരണമംഗീകരോതി. മരിക്കുന്നു എന്ന് ഇവിടെ വസിഷ്ഠൻ പറയുമ്പോൾ അവതാരങ്ങളുടെ ഒടുവിൽ മരണത്തെ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുന്നതും ഈ ജനാർദ്ദനൻ മഹാവിഷ്ണു തന്നെ. തദനുകൂലൈഹി ശരഭലുബ്ധകാദിഭിർ മാര്യതേപിച്ച. ഏത് ശരീരവും നശിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം. പ്രത്യേകിച്ചും അവതാര പുരുഷന്മാരുടെ ശരീരനാശത്തിന് വ്യക്തമായ ഒരു കാരണം വേണം. ശരഭലുബ്ധകാദിഭിർ മാര്യതേ. ശരഭം, ആനയെ വ്യാളി എന്ന് എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ശരഭത്തിൻ്റെ കൈകൊണ്ടും ലുബ്ധകൻ വേടൻ്റെ കൈകൊണ്ടുമൊക്കെ അവതാര പുരുഷന്മാർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. കൃഷ്ണനെ അവസാനം കൊല്ലുന്നത് ഒരു വ്യാധനാണ്. വ്യാധൻ വേടൻ, അയാളെ തന്നെയാണ് ലുബ്ധകൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ ഒരു അരയാലിൻ്റെ
ചുവട്ടിൽ കാലിൻ്റെ പുറത്ത് പാദം കയറ്റി ഒരു മുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു തുടയുടെ പുറത്ത് മറ്റൊരു പാദം കയറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ ഇരുന്ന് ഒരു വേടൻ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് കണ്ടപ്പോൾ ഒരു പ്രാവാണെന്ന് തോന്നി, ഏതോ ഒരു പക്ഷിയാണെന്ന് തോന്നി. പക്ഷിയാണെന്ന് വിചാരിച്ച് അയാൾ അമ്പയച്ചു. ആ അസ്ത്രം കാലിൽ തറച്ചാണ് കൃഷ്ണൻ്റെ ദേഹവിയോഗം. അപ്പോൾ ഓരോന്നിനും ഓരോ കാരണം. ചിലർ പറയുന്നത് ശ്രീരാമാവതാരത്തിൽ ബാലിയെ ഒളിയം പെയ്ത് കൊന്നു. ആര്? ശ്രീരാമൻ. ആ കർമ്മം അത് അവതാര പുരുഷൻ ചെയ്താലും അത് അധർമ്മമാണ്. അതിൻ്റെ ഫലം കൃഷ്ണാവതാരത്തിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു എന്നാണ്. ആ ലുബ്ധകനായി വേടനായി അവതരിച്ചത് ബാലിയായിരുന്നു. അറിയാതെ പറ്റിയതാണ്. രാമൻ അറിയാതെ പറ്റിയ അബദ്ധമല്ല ബാലിയെ കൊന്നത്, അറിഞ്ഞുകൊണ്ട് കൊന്നതാണ്. പക്ഷേ ബാലിയുടെ പുനർജന്മമായ ആ വ്യാധൻ അറിയാതെ കൃഷ്ണൻ്റെ ശരീരനാശത്തിന് കാരണഭൂതനായി. അപ്പോൾ ഈ കർമ്മരംഗം എന്ന് പറഞ്ഞാൽ, അതായത് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു എന്നൊരു പാട്ടുണ്ടല്ലോ, ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാലും അല്ലെങ്കിൽ മായയെ അംഗീകരിച്ച് ഭൂമിയിലേക്ക് വന്നാലും കർമ്മ നിയമങ്ങൾ ആ അവതാര പുരുഷന്മാർക്കും ബാധകമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർമ്മത്തിൻ്റെ തലത്തിൽപ്പെട്ടോ ഈ കർമ്മ നിയമങ്ങൾ ബാധകമായിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവതാര പുരുഷന്മാർക്ക് പോലും സാധ്യമല്ല. കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടൂ. ആത്മതത്വത്തിൽ സ്ഥിതി നേടാൻ കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ കർമ്മ നിയമം എന്ന് പറയുന്നത് കർമ്മത്തിനകത്താണ്, കർമ്മം മായയ്ക്കകത്താണ്. മായ ഈശ്വരൻ്റെ ശക്തിയാണ്. അപ്പോൾ തൻ്റെ ശക്തി പ്രവർത്തിക്കുന്നു. ആ ശക്തിയുടെ ഉള്ളിലുള്ള നിയമങ്ങൾ തനിക്കും ബാധകമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് അല്ലെങ്കിൽ ലംഘിക്കുന്നത് ഇന്നത്തെ കാലത്തെ ഏർപ്പാടാണ്, ഇപ്പോഴുള്ള ഏർപ്പാടാണ്. വൺ വേ ട്രാഫിക് ഉള്ള ഒരു റോഡ്, അതിലൂടെ ഒരു പോലീസ് ജീപ്പ് എതിർദിശയിലേക്ക് വരുന്നു. പോലീസുകാരന് ഈ നിയമം ബാധകമല്ല, ഉണ്ടോ? അത് ഞങ്ങൾ അത്യാവശ്യമായിട്ട് പോണ ഒരു സ്ഥലത്ത് ഒരാളെ പിടിക്കാനുള്ളതാണ്. പണ്ടങ്ങനെയല്ല. പണ്ട് ഒരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ രാജാവിനും പ്രജകൾക്കും ആ നിയമം ബാധകമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. നിയമനിർമ്മാതാക്കൾക്ക് അതുപോലെ നിയമപാലകർക്ക് നിയമങ്ങൾ ബാധകമല്ല. എം പിക്കും എം എൽ എക്കും പോലീസുകാർക്കും ഒന്നും നിയമങ്ങൾ ബാധകമല്ല. അതിന് അവരെന്തെങ്കിലുമൊക്കെ ഒരു ന്യായീകരണം പറയും. അത് ചിലത് ജെനുവിനായിരിക്കും, ചിലത് വെറും പൊള്ളയായ ന്യായങ്ങളായിരിക്കും. നിയമലംഘനം ആര് ചെയ്താലും അത് തെറ്റാണ്. ഞാൻ തന്നെ ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അതിനെ ലംഘിച്ചാൽ, ഈശ്വരനുണ്ടാക്കിയ നിയമത്തെ ഈശ്വരൻ തന്നെ ലംഘിച്ചാൽ പിന്നെ ആര് ആ നിയമങ്ങളെ പിന്തുടരും? അപ്പോൾ ഓരോ അവതാരങ്ങളും ശരഭം, ലുബ്ധകൻ തുടങ്ങിയവയാൽ ആ അവതാര പുരുഷന്മാരുടെ ശരീരം, അവതാര പുരുഷനല്ല മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെ നശിപ്പിക്കപ്പെടുന്നു. എല്ലാറ്റിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത് ഈ ജഗദീശ്വരനാണ്. അദ്ദേഹത്തിന് ഇത് വെറും കളിയാണ്. ഇത് കളിയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഇവിടെ ആസ്വദിച്ച് ജീവിക്കാം. ഇത് കളിയല്ല. ഇവിടെ കയറി മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യമാണ്, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വാസ്തവമാണ് എന്ന് കരുതിയാൽ തൊലഞ്ഞു. സ്വസ്ഥത പൂർണ്ണമായും നഷ്ടപ്പെടും. നചാജവം ജവീഭാവം ത്യക്തും ശക്തോപ്യസൗ നതം തേന ത്യക്തേന നൈവാർത്ഥസ്തസ്യ നൈവാശ്രിതേന ച. വീണ്ടും ജീവൻ മുക്ത ലക്ഷണങ്ങളിലേക്ക് വരികയാണ്. നചാജവം ജവീഭാവം ത്യക്തും. നിശ്ചലമായ ആത്മതത്വത്തിലാണ് ഈ പ്രപഞ്ചം പൊന്തുന്നത്. മായ ഈശ്വര തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആ മായയാൽ ഈശ്വര തത്വം ബാധിക്കപ്പെടുന്നില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്.
കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വേറെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് വിൻഡോസാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാനുള്ള ഒരു ബേസാണ്. വിൻഡോസ് ആകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് മറ്റ് സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിച്ചു പോകും ചില സമയത്ത്, വിൻഡോസ് ക്രാഷായി പോകും. ക്രാഷായി പോയി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബൂട്ടാവത്തില്ല, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓൺ ആവത്തില്ല, അതിൻ്റെ അകത്തുള്ള ഡാറ്റയൊന്നും നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിച്ചു പോയ കേസുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടിച്ചുപോയി. 3 കൊല്ലം രാവും പകലും ഞാൻ ചെയ്ത ജോലി മുഴുവൻ വ്യർത്ഥമായി. 3 കൊല്ലം രാവും പകലും ഞാൻ ചെയ്തതാണ്, മൊത്തം ഡേറ്റ പോയി. അത് റിക്കവർ ചെയ്യാമായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രാഷായി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ഉണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയി അതിലുള്ള ഡേറ്റ റിക്കവർ ചെയ്ത് തരും. പക്ഷേ നമ്മൾ വിളിച്ച ഒരാൾ, അയാൾ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ആവുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള കമ്പ്യൂട്ടറല്ല, വേറൊരു സ്വാമിയുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറാണ്. അപ്പോൾ അയാൾ വന്ന് ചോദിച്ചു, ഈ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ആ സ്വാമിക്കുണ്ടോ വല്ലതും അറിയാം? SBTയിൽ നിന്ന് റിട്ടയർ ആയ ഒരു പാവപ്പെട്ട സ്വാമിയാണ്. ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. ഫോർമാറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ യെസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചത് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണ്. ഫോർമാറ്റ് ചെയ്തേക്കെന്ന് പറഞ്ഞു. ഇയാൾ ഫോർമാറ്റ് ചെയ്തു. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്താൽ ഒരൊറ്റ ഡേറ്റ അതിൽ ഉണ്ടാവത്തില്ല, കംപ്ലീറ്റ് എറേസ് ചെയ്ത് വൈപ്പ് ഔട്ടായി പോവും. അതാണ് ഒരിക്കലും ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കരുത്. ഫോർമാറ്റ് ചെയ്യാനുള്ള വേറൊരു കീ ഓപ്പറേഷൻ ഉണ്ട്, del.*. ഇതൊന്നും പരീക്ഷിച്ച് നോക്കരുത്, കമ്പ്യൂട്ടറിൽ ഒരൊറ്റ സാധനം കാണില്ല. ഡിലീറ്റ് കീ, del.* കീ ഉണ്ട്, *. ഇത് അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഫോർമാറ്റായി പോവും, അതിലുള്ള ഡേറ്റ മുഴുവൻ നഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ പരീക്ഷിക്കരുത്. പറ്റിക്കാൻ വേണ്ടി ചിലരൊക്കെ പറയും, നിങ്ങളിതൊന്ന് അടിച്ചു നോക്ക്, del.*. അതുകൊണ്ട് പരീക്ഷണത്തിന് മുതിരരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അറിയാവുന്നവരടുത്ത് കൊടുത്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണുക. അസുഖം വന്നാലും സ്വയം ചികിത്സിക്കരുത്. ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് പോവുക. ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ജീവൻ പോകുന്നവരുണ്ട്, എത്രയോ പേര്, അതുണ്ട്. എന്നാലും നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത്. നചാജവം ജവീഭാവം ത്യക്തും, അതിവേഗത്തിൽ പായുന്ന മായ അതിൻ്റെ വേഗതയെ ത്യജിക്കാൻ ശക്തമല്ല. മായയുടെ ഉത്പന്നമാണ് സകല ശരീരങ്ങളും. ഒരു ജീവൻ മുക്ത പുരുഷൻ്റെ ശരീരം പോലും മായാ നിയമങ്ങളുടെ ഉള്ളിലാണ്. മായാ നിയമങ്ങൾ ആ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനെ മാറ്റിമറിക്കാൻ ജ്ഞാനിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരെ പോലെയുള്ള മഹാത്മാക്കൾ ഞാൻ എൻ്റെ ശരീരത്തെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. പ്രാരബ്ധായ സമർപ്പിതം സ്വവപുരിത്യേഷാ മനീഷാ മമ. പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവിൽ ഉറച്ചു നിൽക്കുക. അല്ലാതെ താൻ ശരീരമാണെന്നും തനിക്ക് ശരീരവുമായി ബന്ധമുണ്ടെന്നും ഒക്കെ വിചാരിച്ചാൽ ഈ പ്രാരബ്ധം നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. ഞാൻ സാക്ഷിയാണ്, അത്രയേ ഉള്ളൂ. അതാണ് സ്വാമിജിയും പറയുന്നത്, സാക്ഷിഭാവത്തിൽ നിൽക്കുക. ഈ താൻ ഭാവത്തിൽ നിൽക്കുന്നത് തന്നെയാണ് സാക്ഷിഭാവത്തിൽ നിൽക്കുക എന്നുള്ളത്. അഹങ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കാതിരിക്കുക. ഞാൻ എന്നുള്ള ഭാവം വരുമ്പോൾ അതിനെ ഈ ഞാൻ ബ്രഹ്മം എന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഈ ഞാൻ വെറും ഭ്രമം എന്ന് തീരുമാനിക്കുക. 2 ഓപ്ഷനുണ്ട് നിങ്ങൾക്ക്. ഞാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ഞാനായി പൊന്തുന്നതും ബ്രഹ്മം തന്നെ എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഈ ഞാനായി പൊന്തുന്നത് വെറും ഭ്രമമാണ് എന്ന് തീരുമാനിക്കാം. ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ
ബ്രഹ്മം എന്നുള്ളതിന് BRAHMAM. ഭ്രമം എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് BHRAMAM. വലിയ വ്യത്യാസമൊന്നുമില്ല. 1-2 അക്ഷരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും മാറിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഒന്നുകിൽ ഈ ജീവഭാവത്തെ, അഹങ്കാരത്തെ ബ്രഹ്മമാണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇതിനെ ഭ്രമമാണെന്ന് തീരുമാനിക്കുക. എങ്ങനെയായാലും വേണ്ടില്ല, ഇതിന് സത്യത്വം കൽപ്പിക്കരുത്. അപ്പോൾ ജീവൻ മുക്തൻ്റെ ശരീരചലനങ്ങൾ, അതിനെ ചലിക്കാൻ ആ ശരീരത്തിന് പ്രാരബ്ധമുണ്ടെങ്കിൽ അതിൻ്റെ ജവീഭാവം, അതിൻ്റെ വേഗതയെ തടസ്സപ്പെടുത്താൻ ജീവൻ മുക്തന് പോലും സാധ്യമല്ല. കാരണം അതിൽ പ്രാരബ്ധം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ ജ്ഞാനിയുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള കർമ്മങ്ങളല്ലേ? അതെ, പക്ഷേ എന്നാൽ പിന്നെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വില്ലിൽ നിന്ന് പാഞ്ഞു പോയ അമ്പിനെ പോലെയാണ്. വില്ലിൽ നിന്ന് നമ്മളൊരു അമ്പ് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ ഓടി അതിനെ പിടിക്കാൻ പറ്റത്തില്ല. കൈവിട്ട് പോയ കേസ് നമ്മൾ മലയാളത്തിൽ പറയറില്ലേ, അത് തന്നെ കൈവിട്ട കേസാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിശക്തമായ രാഗദ്വേഷങ്ങളോടുകൂടി കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരു അംശമാണ് ഈ പ്രാരബ്ധമായി ഇപ്പോൾ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ചില കർമ്മങ്ങൾ ഈ ഫലം തരാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാരബ്ധത്തിൽ ഒരു നീക്കുപോക്കും വരുത്താൻ ഒരു ജീവൻ മുക്തനും സാധ്യമല്ല. അതുകൊണ്ടാണ് ഈ ജീവൻ മുക്തന്മാരുടെ ശരീരത്തിൽ പല രോഗങ്ങളും വേദനകളും എല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ചെയ്തതല്ല, പണ്ട് ചെയ്തു കൂട്ടിയ തീവിനൈ ദുഷ്കർമ്മങ്ങൾ പണ്ട് ചെയ്തത് അതിശക്തമാണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടുകൂടെ. അപ്പം അതിൻ്റെ ഫലം അനുഭവിച്ചേ പറ്റൂ. മറ്റ് 2 കർമ്മങ്ങളെയും നിങ്ങൾക്ക് കത്തിച്ച് ചാമ്പലാക്കാം. ഏതിൽ? ജ്ഞാനാഗ്നിയിൽ. സഞ്ചിത കർമ്മവും ആഗാമി കർമ്മവും, അത് 2നെയും ചുട്ടു ചാമ്പലാക്കാം. പക്ഷേ ഈ പ്രാരബ്ധത്തെ മാറ്റിമറിക്കാൻ ജ്ഞാനിക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രാരബ്ധത്തെ എൻ്റെ ശരീരത്തെ പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് ശങ്കരാചാര്യർ തൻ്റെ മനീഷാപഞ്ചകം എന്ന കൃതിയിൽ പറഞ്ഞത്. അപ്പോൾ ശരീരം അത് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചില കർമ്മവാസനകൾ ഈ ശരീരത്തിലൂടെ കർമ്മങ്ങളായി പ്രകടമാകുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ്. അകത്ത് ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. നേരത്തെ ചില സോഫ്റ്റ്വെയർ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സദ്വാസനകളും ദുർവാസനകളും. അത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പ്രവർത്തിച്ചേ അടങ്ങൂ. പ്രവർത്തിച്ച് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തകർന്നു പോകും. വാസനകളെ ക്ഷയിപ്പിക്കാനാണ് ശരീരം ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ ജീവനും എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ച് മരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വാസനകളെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ വാസനകൾ ക്ഷയിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും വീണ്ടും വാസനകൾ സഞ്ചയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചയികയിൽ പൈസ ഇടുന്നത് പോലെ വീണ്ടും വീണ്ടും വാസനകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ലാറിയിൽ നിന്ന് ലാറിയുടെ ഒരറ്റത്ത് നിന്ന് അൺലോഡ് ചെയ്യുന്നു, വേറൊരറ്റത്ത് നിന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ ലോറി എന്നാണ് കാലിയാവുക? പുതിയ വാസനകൾ സഞ്ചയിക്കാതിരിക്കണമെങ്കിൽ തത്വബോധത്തെ കൂട്ടുപിടിക്കണം. നേരത്തെയുള്ള വാസനകൾ അതിൽ സഞ്ചിതവും ആഗാമിയും ജ്ഞാനാഗ്നിയിൽ ചാമ്പലാകും. പ്രാരബ്ധം ശരീരത്തിലൂടെ പ്രകടമായി ശരീരം നശിക്കുമ്പോൾ പ്രാരബ്ധകർമ്മവും തീരും. ഇങ്ങനെ കർമ്മനാശം അല്ലെങ്കിൽ വാസനാനാശം അത് നേടാനാണ് ഓരോ ശരീരങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വാസനകൾ സഞ്ചയിക്കാതിരിക്കാൻ ശ്രമിക്കുക.
നചാജവം ജവീഭാവം ത്യക്തും ശക്തോപ്യസൗനതം തേന ത്യക്തേന നൈവാർത്ഥസ്തസ്യ നൈവാശ്രിതേന ച. കർമ്മങ്ങളെ നിയന്ത്രിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളെ സഞ്ചയിച്ചതുകൊണ്ടോ പഴയ കർമ്മങ്ങളെ നശിപ്പിച്ചതുകൊണ്ടോ ജ്ഞാനിക്ക് ഒന്നും നേടാനില്ല. കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ആഗ്രഹം ഒരർത്ഥത്തിൽ അജ്ഞാനമാണ്. കർമ്മം ഇല്ലാത്തതാണെന്ന് അറിഞ്ഞാൽ പോരെ. കർമാപ്യസത്ത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. കർമ്മം എന്ന് പറയുന്നത് അസത്താണ്, അങ്ങനെയൊന്നില്ല. ഇല്ലാത്ത ഒന്നിൽ നിന്ന് നിങ്ങൾ എന്തിനു വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നു? എൻ്റെ നിഴലിനെ എനിക്ക് നശിപ്പിക്കണം എന്ന് ആരെങ്കിലും കരുതുമോ? നിഴലെന്ന് പറയുന്നൊരു വസ്തുവില്ല. ജ്ഞാനിക്ക് തൻ്റെ ശരീരം നിഴലിന് സമാനമാണ്. ഈ ശരീരം എങ്ങനെ പ്രവർത്തിച്ചാലെന്ത്, എത്ര കാലം ജീവിച്ചാലെന്ത്, എവിടെ പതിച്ചു പോയാലെന്ത്, അതിനെക്കുറിച്ച് ജ്ഞാനി ചിന്തിക്കുന്നേയില്ല. ആത്മതത്വത്തിൽ സ്ഥിതനായിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് ശരീരം ഒരു നിഴൽ മാത്രം. ആ ശരീരത്തിലാണല്ലോ പ്രാരബ്ധം പ്രവർത്തിക്കുന്നത്. അതിനെക്കുറിച്ച് ജ്ഞാനി ചിന്തിക്കാറേ ഇല്ല, അതിനെക്കുറിച്ച് വിഷമിക്കാറില്ല എന്നർത്ഥം. അതെങ്ങനെ വേണമെങ്കിലും പ്രവർത്തിച്ചോട്ടെ. തേന ത്യക്തേന നൈവാർത്ഥ. കർമ്മത്തെ ത്യജിച്ചത് കൊണ്ട് ജ്ഞാനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. തസ്യ നൈവാശ്രിതേന ച. കർമ്മത്തെ ആശ്രയിച്ചത് കൊണ്ടും അദ്ദേഹത്തിന് ദോഷമൊന്നും വരാനില്ല. ഞാൻ ആത്മാവാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. ചെയ്യുമ്പോഴും ചെയ്യുന്നില്ല. ചെയ്യാതിരിക്കുക എന്നുള്ളത് മനസ്സിലെ ഒരു ഭാവനയാണ്. ഞാൻ ചെയ്യുന്നു എന്നുള്ളതും ഒരു സങ്കല്പമാണ്. ജ്ഞാനിക്ക് മനസ്സില്ല. ജ്ഞാനിയുടെ ഉള്ളിൽ കർമ്മം ചെയ്യുമ്പോൾ ചിന്തയില്ല. നമ്മുടെ മനസ്സൊക്കെ നമ്മുടെ ഒരു കർമ്മം ആരംഭിക്കുന്നത് ചിന്തകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങളെ തുടർന്നാണ്. ജ്ഞാനിയുടെ മനസ്സിൽ സങ്കല്പങ്ങൾ അങ്കുരിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രവർത്തിക്കുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതാണ് പ്രാരബ്ധം. അപ്പം നമ്മുടെ കേസിലോ? നമ്മുടെ കേസിലും പ്രാരബ്ധം തന്നെയാണ് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത്. അജ്ഞാനികളായതുകൊണ്ട് പ്രാരബ്ധം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അറിവില്ലായ്മയാണ് ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്നുള്ള രണ്ട് വിചാരങ്ങൾക്കും അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്കും കാരണം. അതുകൊണ്ട് ജ്ഞാനിക്ക് കർമ്മത്തെ ത്യജിച്ചതുകൊണ്ടോ കർമ്മത്തെ ആശ്രയിച്ചതുകൊണ്ടോ ഒന്നും നഷ്ടപ്പെടാനുമില്ല അല്ലെങ്കിൽ കിട്ടാനുമില്ല. തം പ്രാണികർമ്മവശോപഗതം ആജവം ജവീഭാവം വ്യവഹാരവ്യഗ്രതാം നച ത്യക്തും ശക്നോതി. അവതാര പുരുഷന്മാർ പോലും അവരുടെ ഈശ്വരനാണല്ലോ സാധാരണ അവതരിക്കുന്നത്. ഈശ്വരൻ പോലും അവതരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തൻ്റെ ഇഷ്ടപ്രകാരമല്ല. പ്രാണികളുടെ കർമ്മം അദ്ദേഹത്തെ അവതരിക്കാൻ നിർബന്ധിതനാക്കുന്നു. സൃഷ്ടി എന്തിനാണ് സൃഷ്ടി സംഭവിക്കുന്നത്? അല്ല, സൃഷ്ടി യഥാർത്ഥത്തിലില്ല, അതിരിക്കട്ടെ. അത് ആ ലെവലിലേക്ക് പോകുമ്പോൾ നമുക്ക് തൽക്കാലം നമുക്കിപ്പോൾ സൃഷ്ടി ഉണ്ടല്ലോ, ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പുരാണങ്ങളും മറ്റും അങ്ങനെ പറയുന്നുമുണ്ട്. ഈ സൃഷ്ടി അത് ഭ്രമമാണെങ്കിൽ പോലും എന്തിന് ഈ സൃഷ്ടി ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ജീവന്മാർക്ക് ശരീരങ്ങൾ ആവശ്യമുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ അനേകം കർമ്മവാസനകളുണ്ട്. അതൊക്കെ പുറത്തു പോകാൻ അവർക്ക് ശരീരം ആവശ്യമാണ്. സുഖദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഈ കർമ്മവാസനകൾ ക്ഷയിക്കേണ്ടത്. അപ്പോൾ അതിന് ശരീരം എന്ന് പറയപ്പെടുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവശ്യമാണ്. അതിനുവേണ്ടി ഭഗവാൻ സൃഷ്ടിക്കുന്നു. അദ്ദേഹം എന്തിനാണ് അവതരിക്കുന്നത്? അതും ജീവികളുടെ കർമ്മം നിമിത്തമായിട്ടാണ്.
കാരണം പുണ്യം ചെയ്യുന്നവനെ പാപികൾ ദ്രോഹിക്കുന്നു. അപ്പം അവരെ രക്ഷിക്കേണ്ടത് സൃഷ്ടികർത്താവിൻ്റെ കടമയായതുകൊണ്ട് അദ്ദേഹം അവതാരമെടുക്കാൻ നിർബന്ധിതനാകുന്നു. ഇങ്ങനെ തം പ്രാണികർമ്മ വശോപഗതം ആജവം ജവീഭാവം. ജീവികളുടെ കർമ്മങ്ങളാണ് ശരീരരൂപത്തിൽ പ്രകടമാകുന്നത്. അത് ചലിക്കാൻ വേണ്ടി വന്നതാണ്, കർമ്മം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി രൂപപ്പെട്ട ശരീരം, ആ ശരീരം ആ കർമ്മം ചെയ്തേ അടങ്ങൂ. നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാലും ചെയ്തു പോകും. നമ്മെക്കൊണ്ട് ചെയ്യിക്കും പ്രകൃതി. ആജവം ജവീഭാവം വ്യവഹാര വ്യഗ്രത. വ്യവഹരിക്കാനുള്ള വ്യഗ്രത എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ഒരു അശക്തമായ ആഗ്രഹം, ഒരു ഉന്തൽ, അകത്തു നിന്നുള്ള ഒരു തള്ളൽ. എന്തോ ഒന്ന് ചെയ് പോ, അത് ഇത് ചെയ്. അതാണ്, അങ്ങനെയാണ് കർമ്മവാസനകൾ പ്രകടമാകുന്നത്. ആ വ്യവഹാര വ്യഗ്രതയെ നച ത്യക്തും ശക്നോതി. ജീവൻ മുക്ത പുരുഷന് പോലും ആ കർമ്മവ്യഗ്രതയെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ആ ശരീരം കർമ്മം ചെയ്തേ അടങ്ങൂ. പിന്നെ ജ്ഞാനിയുടെ വൈശിഷ്ട്യം എവിടെയാണെന്ന് ചോദിച്ചാൽ താൻ ശരീരമാണെന്ന് അദ്ദേഹം ഒരിക്കലും കരുതുന്നില്ല. ശരീരം ചലിക്കുമ്പോൾ താൻ ചലിക്കുന്നു എന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. ഞാൻ നടക്കുമ്പോൾ എന്നിൽ നടക്കാത്ത ഒന്നുണ്ട് എന്ന് സ്വാമിജി പറയാറില്ലേ? നടക്കുന്നതിൽ നടക്കാതെ ഇരിക്കുന്നത്, ചലിക്കുന്നതിൽ ചലിക്കാതെ ഇരിക്കുന്നതാണ് ഈ ആത്മതത്വം. ഞാൻ ചലിക്കുമ്പോൾ താൻ ചലിക്കുന്നില്ല. നടക്കുന്ന ഒരാളിൽ നടക്കാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവ് അത് സർവവ്യാപകമാണ്. ശരീരം മായയുടെ സൃഷ്ടിയാണ്. ആ ശരീരം ചലിക്കുമ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആത്മതത്വം ചലിക്കുന്നില്ല. വാസ്തവത്തിൽ ചലിക്കാത്ത ആത്മാവിലാണ് ശരീരങ്ങൾ ചലിക്കുന്നത്. നിശ്ചലമായ വെള്ളിത്തിരയിലാണ് ചലച്ചിത്രം പ്രദർശിപ്പിക്കപ്പെടുന്നത്, അല്ലേ? ചലിക്കുന്ന ചിത്രമാണ് ചലച്ചിത്രം, സിനിമ. അതിന് ചലിക്കണമെങ്കിൽ ചലിക്കാത്ത ഒരു അടിത്തറ വേണം. സ്ക്രീൻ തന്നെ ചലിക്കുകയാണെങ്കിൽ ചലച്ചിത്രത്തെ വ്യക്തമായി നമുക്കറിയാൻ പറ്റില്ല. സ്ക്രീൻ അനങ്ങാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ചലച്ചിത്രത്തെ നമുക്ക് വ്യക്തമായി കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്നത്. ഇങ്ങനെ ചലിക്കുന്നവയിൽ ചലിക്കാതെയും നശിക്കുന്നവയിൽ നശിക്കാതെയും ജനിക്കുന്നവയിൽ ജനിക്കാതെയും വളരുന്നവയിൽ വളരാതെയും ഒന്നുണ്ട്. അതാണ് താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ തത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മം. അതുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, ആന്തരികമായ ബന്ധം. ഞാൻ ആത്മാവാണ് എന്ന് ആവർത്തിച്ച് ചിന്തിച്ചുറപ്പിക്കുക. മനസ്സ് ഏതേതിൽ ചെന്ന് പറ്റുന്നുവോ അതിനെയൊക്കെ ബ്രഹ്മം എന്ന് ബുദ്ധി തീരുമാനിക്കട്ടെ. എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ബാലകൃഷ്ണൻ നായർ സാർ കൂടെ ഉദ്ധരിക്കുന്ന ഒരു വരിയാണ്. മനസ്സൈവേദമാപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന എന്നാണ് ഉപനിഷത്തുകളും പ്രഖ്യാപിക്കുന്നത്. മനസ്സ്, അവിടെ മനസ്സ് എന്നതുകൊണ്ട് ബുദ്ധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആത്മതത്വം എല്ലാം ഒന്നാണ് എന്നുള്ള ആ അദ്വൈത സ്ഥിതി, അദ്വൈത ഭാവം മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നേടേണ്ടതാണ്. അല്ലാതെ ബാഹ്യലോകത്ത് ദ്വൈത ദർശനം എപ്പോഴും ഉണ്ടാവും. ബുദ്ധിയാണ് എല്ലാം ഒന്ന് എന്ന് തീരുമാനിക്കേണ്ടത്. പുറമേ എല്ലാം ഒന്നാവില്ല, ഒന്നാക്കാൻ സാധ്യവുമല്ല. സോഷ്യലിസം
അല്ലെങ്കിൽ കമ്മ്യൂണിസം പരാജയപ്പെടാൻ കാരണം അതാണ്. നമ്മളെല്ലാവരും തുല്യരാണ്. സാമ്പത്തിക സമത്വം, സാമൂഹ്യ സമത്വം, ഈ സമത്വത്തെ ബാഹ്യലോകത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച കാറൽ മാർക്സ് ദയനീയമായി പരാജയപ്പെട്ടു. എവിടെയാണോ കമ്മ്യൂണിസം ഉടലെടുത്തത് ആ രാജ്യങ്ങളിലാണ് അത് ആദ്യം തകർന്നു വീണത്. റഷ്യ, ചൈന പോലെയുള്ള വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ, അവിടെയാണ് ഇതൊക്കെ ആദ്യം പൊന്തി വന്നത്. വലിയ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം പൊന്തി വന്നത്. അവിടെയാണ് അവ ആദ്യം തകർന്നു വീണത്. ബാഹ്യസമത്വം സാധ്യമല്ല. സമത്വം എപ്പോഴും നമ്മുടെ ദർശനത്തിൽ, കാഴ്ചപ്പാടിൽ, ചിന്തയിൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ. പുറം ലോകത്ത് ഒരിക്കലും സമത്വം നടപ്പിലാവില്ല. കാരണം മായ എന്നും അസമത്വങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അസമത്വത്തെ ഉണ്ടാക്കുന്നതാണ് മായയുടെ ജോലി. ആത്മാവിൻ്റെ ജോലി, ആത്മാവ് ജോലിയൊന്നും ചെയ്യുന്നില്ല. ആത്മാവിനെ ആശ്രയിക്കുന്നവർ സമസ്ഥിതിയിൽ എത്തിച്ചേരുകയും ചെയ്യും. തദ്യഥാസ്ഥിതമേവാസ്തു ഇഹ ഇത്യസ്തവാസനം ഹരിർ നിരിച്ഛയേവാസ്തേ ശുദ്ധചിന്മാത്രരൂപഭൃത്. തദ്യഥാസ്ഥിതമേവാസ്തു, ഓരോന്ന് എവിടെ എവിടെ എങ്ങനെ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇഹ ഇത്യസ്തവാസനം, അതായത് നടക്കുന്നത് നടക്കട്ടെ, സംഭവിക്കുന്നത് സംഭവിക്കട്ടെ. ഇങ്ങനെ സംഭവിക്കണമെന്നോ ഇങ്ങനെ സംഭവിക്കരുതെന്നോ ഒന്നും നമ്മൾ തീരുമാനിക്കണ്ട. അങ്ങനെ നമ്മൾ തീരുമാനിച്ചത് കൊണ്ട് നടക്കേണ്ടത് നടക്കാതാവുകയോ നടക്കാൻ പാടില്ലാത്തതിനെ നടത്താൻ പറ്റുകയോ നമുക്ക് സാധ്യമല്ല. എന്തു വേണമെങ്കിലും വന്നോട്ടെ, സംഭവിക്കേണ്ടത് സംഭവിക്കും, സംഭവിച്ചേ പറ്റൂ. നമ്മളിവിടെ കിടന്ന് ടെൻഷൻ അടിച്ചിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ ആയാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അടിച്ചു പോകണമെങ്കിൽ അടിച്ചു പോകും. അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ശരി, മനുഷ്യൻ്റെ ഹൃദയമാണെങ്കിലും ശരി. ഏത് ICU കയറ്റിയാലും ജീവൻ പോകേണ്ട സമയത്ത് പോയിരിക്കും. ICUവിനകത്ത് യമധർമ്മന് പ്രവേശനമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവ എല്ലായിടത്തും എത്തും. ഏത് പാതാളത്തിലും ഏത് സ്വർഗലോകത്തിലും. സ്വർഗലോകത്തിലുള്ള ദേവന്മാർക്ക് മരണമില്ല എന്നാണ് പറയുന്നത്. ഭൂമിയുടെ അടിയിലോ ജലത്തിൻ്റെ ഉള്ളിലോ എല്ലായിടത്തും ഈ യമധർമ്മന് പാസില്ലാതെ തന്നെ പ്രവേശനമുണ്ട്. അറിയാമോ? ID കാർഡൊന്നുമായിട്ട് വരത്തില്ല അയാൾ. ഏത് സമയത്തും എവിടേക്കും അയാൾക്ക് കയറി ചെല്ലാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ജഗതീശ്വരൻ കൽപ്പിച്ച് തന്നിട്ടുണ്ട് യമധർമ്മന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗതിയെ നിരോധിക്കാൻ ആരും പ്രയത്നിക്കേണ്ട. പ്രയത്നിച്ച് പരാജയപ്പെടുകയും വേണ്ട. പരാജയം ഉറപ്പാണ്. യമധർമ്മനെ തോൽപ്പിച്ചവർ ജ്ഞാനികൾ മാത്രമാണ്. അവർ യമൻ അപഹരിക്കുന്നത് ശരീരത്തെ മാത്രമാണ്. ഈ ആത്മാവിനെ തൊടാൻ അദ്ദേഹത്തിന് പറ്റില്ല. ശരീരത്തെ കവർന്നു കൊണ്ടുപോകുന്നതിൽ നിന്ന് യമധർമ്മനെ വിലക്കാൻ ഒരു ജ്ഞാനിക്കും സാധ്യമല്ല. ജ്ഞാനി മരിക്കുന്നില്ല. ജീവിച്ചിരിക്കുമ്പോഴേ ഞാൻ മരണമില്ലാത്ത ആത്മാവാണ് എന്ന് സാക്ഷാത്കരിച്ച വ്യക്തിയായതുകൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മമായി അദ്ദേഹം മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് മരണമില്ല. നമ്മളൊക്കെ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മരണഭയം തീർച്ചയായും ഉണ്ടാവും. തദ് യഥാസ്ഥിതമേവാസ്തു, ഓരോന്ന് എങ്ങനെ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് അല്പം പോലും വാസന ഉള്ളിൽ സഞ്ചയിക്കാതെ ഹരിർ നിരിച്ഛയേവാസ്തേ, ആ ഹരിയുണ്ടല്ലോ മഹാവിഷ്ണു, യാതൊരാഗ്രഹവും ഇല്ലാതെ ശാന്തനായി യോഗനിദ്രയിൽ സ്ഥിതി ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. ഈ ദേവന്മാരാണ് ഇന്ദ്രൻ്റെയും ബ്രഹ്മദേവൻ്റെയും നേതൃത്വത്തിൽ പാലാഴിയുടെ കരയിൽ ചെന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആശാനെ വെറുതെ വിളിച്ചുണർത്തി ശല്യം ചെയ്യുന്നത്.
പ്രഭോ ഞങ്ങളെ രക്ഷിക്കണേ. അസുരന്മാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. ഒരു മനുഷ്യന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. ആ മഹാവിഷ്ണുവിൻ്റെ പ്രാരബ്ധം ഒന്ന് നോക്കിയേ. അദ്ദേഹം ഉറങ്ങുകയല്ല, യോഗനിദ്ര, സമാധിയിലാണ്. എന്നാലും ആ സമാധിക്ക് ഭംഗമുണ്ടാക്കാൻ അവിടെ ബ്രഹ്മദേവനും മറ്റ് ദേവന്മാരും എത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ തലയിലെഴുത്ത്. ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ എന്താ പറയുന്നത്? മഹാഭാരതത്തിൽ സീരിയലുണ്ടല്ലോ, അതിൽ പറയുന്ന പോലെ സമയ്ക്ക് പ്രതീക്ഷാകരോ. അല്ല, ഇപ്പോൾ ഡേ നീ ചുമ്മാ കിടന്ന് വിരളി എടുക്കരുത്. അവതരിക്കാനൊക്കെ ഒരു സമയമുണ്ട്. അല്ല, അതിനിടയ്ക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ അവതരിക്കാനുള്ള സമയമായിട്ടില്ല. ആ മുഹൂർത്തമാകുമ്പോൾ ഞാൻ അവതരിക്കും. നിങ്ങൾ തൽക്കാലം ചെല്ല്. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ പോലെ ഏർപ്പാട്. കാരണം ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ദാസനും വിജയനും മോഹൻലാലും മറ്റേ ശ്രീനിവാസനും കൂടെ ഉള്ള കുറേ ഉണ്ടല്ലോ. എന്താ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ നല്ലത് സംഭവിക്കാനും മോശമായ കാര്യങ്ങൾ സംഭവിക്കാനും ഓരോ സമയമുണ്ട്. നല്ലത് സംഭവിക്കേണ്ട കാലമാണെങ്കിൽ ആരൊക്കെ വിചാരിച്ചാലും ഈ ലോകത്തെ നശിപ്പിക്കാൻ പറ്റില്ല. ഇനി തിന്മയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ദൈവനിശ്ചയം ഉണ്ടെങ്കിൽ എത്ര ജ്ഞാനികൾ ഇവിടെ പ്രവർത്തിച്ചാലും എത്ര മഹാത്മാക്കൾ അവതരിച്ചാലും ഈ ലോകത്തെ നന്നാക്കാൻ പറ്റില്ല. ചുരുക്കി പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം. നന്നാവേണ്ടവൻ നന്നാവും, നശിക്കേണ്ടവൻ നശിക്കും.